എന്താ ചേച്ചി? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഓർക്കുന്നു. എപ്പോഴും മറക്കും. എന്താ കാര്യം? അല്ല, നിങ്ങളുടെ കല്യാണം ഏത് ക്ഷേത്രത്തിലായിരുന്നു എന്നാ പറഞ്ഞേ? മേനോനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുമ്പോ കിരണിനെ കൂടെ കൂട്ടിക്കോ. ആ, കിരൺ ഇവിടെ ഉണ്ട് സർ. അതെ, മേനോൻ ഇവിടെ ഒരു പുതിയ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ നേരിട്ട് പറയാം. നിങ്ങൾ വേഗം എത്താൻ നോക്ക്. ശരി സർ, ഞങ്ങൾ ഉടനെ എത്താം. ഓക്കെ, നിങ്ങൾ എവിടെ എത്തണമെന്ന് ഞാൻ ഉടനെ ലൊക്കേഷൻ അയക്കാം. ഓക്കെ സർ. സാറെന്ത് പറഞ്ഞു? സാറ് നാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. നമ്മളെ ഉടനെ കാണണമെന്നാ പറഞ്ഞേ. മീനുന്റെ വിവരങ്ങൾ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പറയാനാന്നാ പറഞ്ഞേ. നമുക്ക് ഉടനെ ഇറങ്ങാം. ചെല്ലേണ്ട സ്ഥലം സാറ് മെസ്സേജ് അയച്ചോളും. നമ്മൾ അപ്പം ഇറങ്ങിയാൽ മതി. ഓക്കെ. ആ ദുർഗയുടെ കഴുത്തിൽ താലിയുമില്ല, നെറുകയിൽ സിന്ദൂരവുമില്ല. അതിനർത്ഥം അവൻ അവളെ കല്യാണം കഴിച്ചിട്ടില്ല എന്നല്ലേ? ഈശ്വര, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സംശയമാണല്ലോ ചെറിയച്ഛനും പറഞ്ഞത്. കിരണിന്റെയും ദുർഗയുടെയും പെരുമാറ്റം പലപ്പോഴും വിവാഹം കഴിക്കാത്തവരെ പോലെയാ. എന്താ സത്യം എന്ന് കണ്ടെത്തണം. എന്നാലും ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടല്ലേ. താലിയുമില്ലായിരുന്നു, ആ സിന്ദൂരമില്ലായിരുന്നു. എന്തോ ഒരു ചതി. മാത്രമല്ല, ആ ഇട്ട സിന്ദൂരച്ചെപ്പും അവിടെ ഉണ്ടായിരുന്നു. ഇതപ്പ അവന്റെ പണിയാണ്, ആ കിരണിന്റെ. ഞാൻ അവനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. കഴിഞ്ഞില്ലേ നിങ്ങളുടെ ആലോചന? അല്ലടി നീരജേ, ഞാൻ പറഞ്ഞ സത്യമാ. ഡേ, ആ കിരണിന്റെ ദുർഗയ്ക്കിടയിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, അത് ഉറപ്പാ. എന്റെ പൊന്ന് സഹദേവേട്ടാ, നിങ്ങൾ അവരുടെ രഹസ്യം കണ്ടുപിടിക്കാൻ നടന്ന് നമ്മളിതാ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. നീ എന്നെ അങ്ങനങ്ങ കൊച്ചാക്കരുത്. തുടരെ തുടരെ ഉണ്ടാകുന്ന പരാജയങ്ങൾ വരാൻ പോകുന്ന വലിയ വിജയത്തിന്റെ മുന്നോടിയാ. ഓ, ഒരു ദിവസം ഈ രണ്ടെണ്ണത്തിന്റെയും കള്ളത്തരം ഞാൻ കയ്യോടെ പോക്കും. അവർക്ക് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാവട്ടെ. അതുകൊണ്ട് നമുക്കൊരു ദോഷം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്താ? ദോഷം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അവരെ കൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മോക്ക് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് നമ്മളെ സഹായിച്ചത് അവരാ. അത് മറക്കരുത്. പിന്നെ അവര് സഹായിച്ചു എന്നുള്ളതൊക്കെ സത്യം തന്നെ. എന്ന് കരുതിയേ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ കയറി മേയാൻ ഞാൻ അവരെ സമ്മതിക്കത്തില്ല. ആ പൂർണിമ എന്തിനാണ് അവരെ ഇങ്ങനെ സഹായിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. പിന്നെ അത് മാത്രമല്ല, എല്ലാവരെയും ഒളിച്ചവരൊരു നാടകം കളിക്കണമെങ്കിൽ അതിന്റെ സത്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം, കേട്ടാ? അതെ, ഞാൻ ഈ സഹദേവൻ തെളിവ് സഹിതം ഒരു ദിവസം പിടിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ തെളിയിക്കാൻ നടന്ന് അവസാനം നമ്മുടെ കഞ്ഞില് പാറ്റ വീഴരുത്. പാറ്റ വീണു അറിയാലോ, ആ പൂർണിമ അവർക്കൊപ്പോ. അവരെന്തു പറഞ്ഞാലും പൂർണിമ അത് വിശ്വസിക്കുകയും ചെയ്യും. എടി, ആരെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളല്ല പൂർണിമ. എന്നിട്ടും അവള് ദുർഗയും കിരണിനെയും വിശ്വസിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ എന്തോ ഒരു കാര്യം ഉണ്ടാവും. ആ കാര്യമാണ് എനിക്കറിയേണ്ടത്. പിന്നെ അതിനൊക്കെ മുമ്പ് അവരെന്തിനാണ് ഈ കല്യാണ നാടകം കളിക്കുന്നതെന്നും എനിക്കറിയണം. അത് ഈ സഹദേവൻ എന്തായാലും കണ്ടെത്തും. നീ നോക്കോ. നിങ്ങൾ എന്തെങ്കിലും കാണിക്കും.
അവസാനം വെളുക്കാൻ തേക്കുന്നത് പാണ്ടാവാതിരുന്നാ മാത്രം മതി. പാണ്ട ആർക്ക്? രണ്ടാളും എങ്ങോട്ടോ പോവാണെന്ന് തോന്നല്ലോ. അതെ ചേച്ചി, ഞങ്ങൾക്ക് സ്കൂളിൽ വരെ ഒന്ന് പോണം. അവിടെ കുറച്ച് ജോലികൾ തീർക്കാനുണ്ട്. ആഹാ, വെക്കേഷൻ ആണെങ്കിലും വർക്കാണല്ലോ. അതെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങള് നമ്മൾ തന്നെ കൃത്യമായിട്ട് ചെയ്ത് തീർക്കണമല്ലോ. തീർച്ചയായും. എന്ത് ജോലിയാണെങ്കിലും അതിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. എന്നാ ചെല്ല് രണ്ടാളും, ലേറ്റ് ആക്കണ്ട. ശരി ചേച്ചി, പോയിട്ട് വരാം. രണ്ടാളും ഒന്ന് നിന്നേ. എന്താ ചേച്ചി? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഓർക്കുന്നു. എപ്പോഴും മറക്കും. എന്താ കാര്യം? അല്ല, നിങ്ങളുടെ കല്യാണം ഏത് ക്ഷേത്രത്തിലായിരുന്നു എന്നാ പറഞ്ഞേ? അല്ല, അത് പിന്നെ എന്താ കിരൺ, എന്തെങ്കിലും സംശയമുണ്ടോ? ഏയ്, ഒന്നുമില്ല. നമ്മുടെ സ്കൂളിനടുത്ത് തന്നെയുള്ള കൃഷ്ണൻകോവിലിൽ വെച്ചായിരുന്നു കല്യാണം. ആഹാ. ദുർഗ വാ, കൃഷ്ണൻകോവിലേക്ക് പോ. ഓ, അല്ല, സ്കൂളിലേക്ക് പോ. വാ വാ. അല്ല, എന്തിനാ ചേച്ചി അതിപ്പോ ചോദിച്ചത്? ഒന്നുമില്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. ഓ, എങ്കിൽ നിങ്ങൾ ചെല്ല്. ശരി എന്നാ. ശരി ചേച്ചി. സ്കൂളിലെത്താൻ ലേറ്റ് ആവും. അതെ.